ഒരു പണിയും ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു മൂലയ്ക്ക് ഇട്ടിരുന്നാൽ മതി. ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് വേണ്ടി ക്യാഷ് ഉണ്ടാക്കി തരും. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കുറേയധികം സബ്സ്ക്രൈബേഴ്സ് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ നിന്നൊക്കെ കിട്ടിയ പ്രൂഫ്സും എല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഒരു തരത്തിലും പ്രശ്നമുള്ളൊരു ആപ്ലിക്കേഷൻ അല്ല. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, ഒരു മൂലയ്ക്ക് ഇട്ടേക്കുക, അത് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പണിയെടുത്ത് തരും. അതിനുശേഷം ഓരോ വീക്കിലും നമുക്ക് ആ ഒരു പരിപാടിയുടെ, അതായത് ആ ഒരു പണിയെടുത്തതിൻ്റെ ശേഷം ആ ഒരു ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്പിൻ്റെ വാലിഡിൽ വരും. അതിനുശേഷം അത് നിങ്ങൾക്ക് നിങ്ങളെ യു പി ഐയിലേക്ക് വിഡ്രോ ചെയ്യാം. യു പി എന്ന് പറയുമ്പോൾ ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം, ഫാൻ പേ, നിങ്ങൾക്ക് ഒരു യു പി ഐ ഡി ഉണ്ടോ ആ യു പി ഐയിലേക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. വിഡ്രോ അടിക്കുന്ന ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ്. നിങ്ങൾക്ക് ഒരു വർക്കും ഇല്ല. ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ഫോണിൻ്റെ മൂലയ്ക്ക് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ആപ്ലിക്കേഷൻ ഏതാണെന്ന് അറിയണ്ടേ? ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇതേപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ വഴി വരുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെയും അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഇടാത്ത വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഇടാൻ പറ്റാത്ത പെട്ടെന്നുള്ള ഓഫേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ആയിരിക്കും ഇടുന്നത്. കാരണം വീഡിയോ എടുത്ത് അതിനകത്തിട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ തീർന്നു പോയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ എങ്ങനെ വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് നടക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോവുക. അവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നേരെ ഇവിടോട്ട് വരും. അപ്പം ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ആവുന്ന വരുന്ന വെയിറ്റ് ചെയ്യുക. ഒരു 29 MB ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ആരോ കൊടുത്തങ്ങ് വിട്ടാൽ മതി. ഇതാണ് നമ്മളുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ താഴേക്ക് അങ്ങ് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ടിക്ക് ബോക്സ്. ഓക്കെ, അത് നിങ്ങൾ രണ്ടും ടിക്ക് കൊടുത്തതിന് ശേഷം അഗ്രി എന്നുള്ള ബട്ടൺ കൊടുക്കുക. നോട്ടിഫിക്കേഷൻസ് സെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ അവർ ചോദിക്കും. അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക, അലോ കൊടുക്കുക. ഈ 2 ഓപ്ഷൻസും കൂടി ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അഗ്രി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ 10 ഡിജിറ്റുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഗോ ടു വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലേക്ക് OTP വരുമെന്ന് അവർ പറയും. ആ ഒരു OTP കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം വെരിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. OTP എല്ലാം കൊടുത്തതിന് ശേഷം ഈ ഒരു പെർമിഷനും കൂടി അലോ ചെയ്യാൻ പറയും. അപ്പോൾ അലോ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എനേബിൾ ആക്സസിബിലിറ്റി പെർമിഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ താഴെ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ആക്സസിബിലിറ്റിയുടെ ഒരു പെർമിഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് അവർക്ക് അഗ്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ആക്സസിബിലിറ്റി എന്നുള്ള പരിപാടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, അപ്പം നമ്മൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. സെറ്റിങ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് സർവീസിനകത്ത് നമുക്ക് വിഷൻ ഡിജിറ്റൽ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ വിഷൻ ഡിജിറ്റൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അതായത് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു പരിപാടി കാണിക്കും, ഇത് മോണിറ്റർ ചെയ്യും എന്നുള്ള രീതിയിൽ. അത് ശരിയാണ്, മോണിറ്റർ ചെയ്യും. അതുകൊണ്ടാണ് ഇവർ നമുക്ക് ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരുന്നത്. അതായത് ഇവർക്ക് ഡേറ്റ ആക്സസ് ചെയ്യാനുള്ളൊരു പരിപാടി. അതിനുശേഷം നോട്ടിഫിക്കേഷൻ പെർമിഷനും കൂടി നിങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. വിഷൻ ഡേറ്റയിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ അവർക്ക് തരാൻ സാധിക്കുന്ന ഒരു പെർമിഷനും കൂടി കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ ഏജ് എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങളുടെ ഏജ് എൻ്റർ ചെയ്യുക. അവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. അത് ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടേത് മെയിലാണോ ഫീമെയിലാണോ എന്ന് കാണിക്കും. നിങ്ങൾ ഫീമെയിലേ കൊടുക്കാവൂ. അതിൻ്റെ കാരണം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ഫാൻ ഉണ്ടോ, അതൊക്കെയാണ് ചോദിക്കുന്നത്. അതെല്ലാം നിങ്ങൾ ഏതൊക്കെയുണ്ടെന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം റിവ്യൂ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് താഴെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റിവ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു സർവേ നിങ്ങൾ ആദ്യമേ തന്നെ അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾ ഈ ഒരു സർവേ അറ്റൻഡ് ചെയ്യുക. സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അതായത് നമ്മളെ തന്നെ പേഴ്സണൽ അല്ല, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയ കാര്യങ്ങൾ ചോദിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഒരു യുക്തിപൂർവ്വം ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് വിട്ട് കൊടുക്കുക. ആ സർവേ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സബ്മിറ്റിംഗ് യുവർ സർവേ എന്നും പറഞ്ഞൊരു ഇത് വരും. അപ്പോൾ നിങ്ങളുടെ സർവേ സബ്മിറ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ബാക്ക് ടു ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാണ്ട് ടു ഏൺ അഡീഷണൽ 50 എവരി മന്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്മാർട്ട് TVയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ആ പരിപാടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അതങ്ങ് ഇങ്ങനെ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ മതി, അതങ്ങ് പൊക്കോളും. നമ്മൾ ഈ ഒരു പേജിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 0/50 കോയിൻസ് ആകുമ്പോഴാണ് ഇതിനകത്ത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ 0 കോയിൻസും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയാണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഫ്രീ ആയിട്ട് ഇവർ ഈ ഒരു സാധനം നിറച്ച് തരും. അതായത് ഈ ഒരു സീറോയിൻ്റെ അടുത്ത് എല്ലാ ആഴ്ചയിലും 10 വെച്ച് തന്നുകൊണ്ടിരിക്കും അവർ. ഈ ആഴ്ച ഇപ്പം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആപ്പ് രജിസ്റ്റർ ചെയ്ത് ആപ്പ് ഫോണിൽ ഇട്ടേക്കുമല്ലേ, ഫോണിൽ ഓപ്പൺ ചെയ്യണമെന്നും വേണ്ട, എല്ലാ ആഴ്ചയും അവർ 10 കോയിൻസ് വെച്ചിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് തരും. അപ്പോൾ ഒരു 5 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് 50 കോയിൻസ് ആവും. ആ 50 കോയിൻസ് വിഡ്രോ ചെയ്ത് നിങ്ങളുടെ UPയിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 50 രൂപയാവും. അപ്പോൾ നിങ്ങൾക്ക് 50 കോയിൻസ് ആവുന്ന സമയത്ത് റെഡീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ആ റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പം എനേബിൾ അല്ല, കാരണം 50 പോയിൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. 50 പോയിൻറ്റ്സ് ആകുമ്പോൾ റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ആഴ്ചയിലും നിങ്ങൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് പോയിൻറ്റ്സ് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും പോയിൻറ്റ്സ് കയറും. ഇതിൻ്റെ അകത്തുള്ള എല്ലാ പെർമിഷൻസും എനേബിൾ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കയറില്ല എല്ലാ ആഴ്ചയും. സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രൂഫാണ്. ആ വിഷൻ ആപ്പ് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞാണ്ട് പുള്ളിയുടെ പ്രൂഫ് ഇതാ അയച്ചു തന്നിട്ടുണ്ട്. അതായത് ദാണ്ട ഈ ഒരു 90 കോയിൻസിൻ്റെതും അതേപോലെ തന്നെ ഇവിടുന്ന് റെഡീം ചെയ്യുന്നതിൻ്റെയുമായിട്ടുള്ള കുറച്ച് പ്രൂഫുകളും കാര്യങ്ങളും പുള്ളിക്കാരൻ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അതേ കണക്കിന് നല്ലൊരു ഏണിംഗ് ആപ്പ് എന്ന് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2-3 പേര് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത ആളുടെ പ്രൂഫാണിത്. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ്, ഇൻസ്റ്റൻറ്റ് മണിയാണ്. അതായത് വിഡ്രോ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ അടുത്ത ആൾ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട് വിഡ്രോ ചെയ്യുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള, അതായത് എത്രത്തോളം പുള്ളി വിഡ്രോ ചെയ്തിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ 50 വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. നമുക്ക് എമൗണ്ട് ആവുന്ന അനുസരിച്ചിട്ട് നമുക്ക് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പരിപാടികൾ. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഫീമെയിൽ എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യുക, അതാണ് നല്ലത്. അപ്പോൾ പരിപാടികളൊക്കെ കണ്ടല്ലോ, സിമ്പിളാണ്. ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഫീമെയിൽ എന്നുള്ളത് കൊടുക്കുക, ഒരു ഫീമെയിലിൻ്റെ നെയിമും കൊടുക്കുക. ഈ ഒരു സംഭവമാണ് ഈ ഒരു കണ്ടീഷനായിട്ട് വരുന്നത്. കാരണം ഫീമെയിൽ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫീമെയിൽ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഫീമെയിൽസിന്. അതൊരു പ്രയോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത്. സോ അതുകൊണ്ട് ആരും ഡൗട്ട് ചോദിക്കരുത് എന്തുകൊണ്ട് ഫീമെയിലിൽ ചെയ്യാൻ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ ഈ ഒരു ആപ്പിനകത്ത് കുറച്ച് ഡേറ്റാസ്, നമ്മുടെ ഡേറ്റാസ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഈ ഒരു പെർമിഷൻസ് ഫുൾ എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ സിങ്ക് ചെയ്തിട്ട് അവരെടുക്കും. പക്ഷേ നിങ്ങൾ പേഴ്സണൽ ഡേറ്റാസ് അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ ഫോട്ടോസോ അങ്ങനെ ഒരു കാര്യങ്ങളോ എടുക്കില്ല. കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷന് മുമ്പേ ഉപയോഗിക്കുന്നതാണ്, നമ്മളെ പിള്ളേർ തന്നെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻസ് ആണ്. സോ അതുകൊണ്ട് പേഴ്സണൽ ഡേറ്റാസോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല, സിങ്ക് ചെയ്തെടുക്കത്തില്ല. അത് ഓൾറെഡി ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നെ ആപ്പിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ സേഫാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ചെയ്തിട്ടേക്ക്. വിഡ്രോ ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി, വിഡ്രോ ചെയ്യുന്ന സമയമാകുമ്പോൾ വിഡ്രോ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും കാര്യം പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സൊക്കെ പെട്ടെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ അവരോട്ട് അടുക്കി വിടുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ മസ്റ്റായിട്ടൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക, ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പം ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.